ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ പുതുതായി ലോഞ്ച് ആകാൻ പോകുന്ന ഓല ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സിനെ പറ്റിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കറിയാം, ഇനി ഫ്യൂച്ചറിലോട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഒരു ആധിപത്യം കൂടി വരാനുള്ള ചാൻസാണ്. അതായത് നിലവിലിപ്പോൾ പെട്രോളിനൊക്കെ ഒരു 100 രൂപ മുകളിൽ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ ആളുകളിൽ പലരിലും ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുകയാണ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ രംഗത്തേക്ക് ഒരു എതിരാളി എന്ന രീതിയിലാണ് ഓല ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയും വന്നിട്ടുണ്ടെങ്കിലും പലരിലും ഈ ഒരു ന്യൂസ് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ ഈ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുള്ളതും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് ലുക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഡിസൈനോട് കൂടിയ ഡ്യുവൽ ഹെഡ്ലൈറ്റാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അതിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്കൊരു DRL കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി അത്യാവശ്യം സ്ലിം ആയിട്ടാണ് ഒരു ഫ്രണ്ട് ലുക്കിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്ലിം ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. അത് കർവ്ഡ് രീതിയിൽ ബോഡി പാനലിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് ഇലക്ട്രിക്കൽ സ്കൂട്ടറിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിലെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഇനി റെയർ പോർഷനിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയും ഡിസൈനേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വണ്ടിയിൽ. എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ക്വാളിറ്റി ഈ ഒരു വണ്ടിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് തോന്നുന്ന ഗ്രാബ് റെയിൽസ് ആണെങ്കിൽ തന്നെ സ്പ്ലിറ്റഡ് ഗ്രാബ് റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു ഗ്രാബ് റെയിൽസിൻ്റെ സെൻട്രൽ പോർഷനിലാണ്. നമുക്കറിയാം, പുതുതായിട്ട് വരുന്ന സ്കൂട്ടേഴ്സിനൊക്കെ ഫ്യൂവലിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു സ്ലോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സീറ്റിൻ്റെ ബാക്കിലായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യേണ്ട ഒരു ഇഷ്യൂസൊന്നും വരാറില്ല. ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നൽകിയിട്ടുള്ളത് കമ്പനി. ഈ ഒരു മോഡൽ ഫ്രണ്ട് ബ്രേക്ക് നൽകിയിട്ടുള്ളത് ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല രീതിയിലുള്ള ലെഗ് റൂം ഉള്ളതായിട്ട് നമുക്ക് ആ ഒരു പിക്കിലും അതുപോലെ തന്നെ വീഡിയോസിലും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലെഗ് റൂം കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. സോ ഹൈറ്റ് ഉള്ളവർക്കും നല്ലൊരു ഓപ്ഷൻ ആവും എന്ന് നമുക്കിത് പ്രത്യാശിക്കാം. ഇനി മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് നൽകിയിട്ടുള്ളത്. TFT ഡിസ്പ്ലേ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഏതൊരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിലൊക്കെയും കണ്ട പോലെ തന്നെയുള്ള മീറ്റർ കൺസോളായിട്ടാണ് ഇത് നമുക്ക് തോന്നുന്നത്. സോ അതേപോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ, അതായത് പാർക്കിംഗ് ലൊക്കേഷൻ, അതേപോലെ നമുക്ക് അതിനകത്ത് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഈ ഒരു മീറ്റർ കൺസോളിലും ഇൻക്ലൂഡ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നിലവിൽ അറിയില്ല. ഹാൻഡിൽ ബാറിൻ്റെ അവിടെ നമുക്ക് കൺട്രോൾ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടച്ച് ഡിസ്പ്ലേ ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിവേ, നല്ലൊരു മീറ്റർ കൺസോൾ ആകും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു മോഡലിൽ. അതുപോലെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ തന്നെ 2 ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റുന്നൊരു സ്പേസും കാര്യങ്ങളും ഉണ്ടെന്നാണ് ഇവർ ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ ക്ലെയിം ചെയ്യുന്നത്. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. പൊതുവേ ഇലക്ട്രിക്കൽ വണ്ടികൾക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങൾ കുറവാണ് വരാറുള്ളത്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഹെൽമെറ്റ് 2 ഹാഫ് ഫേസ് ഹെൽമെറ്റാണ് വയ്ക്കുന്നത്. സോ 2 വയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ആഡിലൂടെ അവർ പറയുന്നത് ബെസ്റ്റ് ഇൻ ക്ലാസ് എന്നാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കിലോമീറ്റർ റേഞ്ച്, അതായത് ഈ ലെവലിലുള്ള അതായത് TVS ചേതക് പോലുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടറിനെ അപേക്ഷിച്ച് നല്ലൊരു കിലോമീറ്റർ റേഞ്ച് ഈ ഒരു മോഡലിൽ ഉണ്ടാകും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഓല പോലുള്ളൊരു കമ്പനി നമുക്കറിയാം റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ടാക്സി സൗകര്യം, അതായത് ക്യാബ് സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ രംഗത്തും അവർ നല്ല രീതിയിലൊരു വിപ്ലവം തീർക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഓലയുടെ സൈറ്റിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിനകത്താകെ നമുക്ക് കണ്ടപ്പോൾ അറിഞ്ഞത് ഹൈപ്പർ ചാർജിങ് ഓപ്ഷൻ ഈ ഒരു മോഡൽ വരുന്നുണ്ട്, അതായത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2.5 hour ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. സോ മോർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അവർ ഇതുവരെ സൈറ്റിലോ അല്ലെങ്കിൽ ബാക്കി ഒരു സ്ഥലത്തും അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഹിൻറ്റുകളാണ് നമുക്ക് ഈ ഒരു ആഡ് വഴി അവർ നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ആഡിൽ നമുക്ക് കാണിക്കുന്നുണ്ട് കുറച്ച് പെട്രോൾ വണ്ടികൾ പോകുന്നുണ്ട്, അതിനെ ഈ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. സോ സഡൻ ആയിട്ടുള്ള ആക്സിലറേഷനും കാര്യങ്ങളും തന്നെ ഉണ്ടെന്നുള്ള രീതിയിലാണ് തോന്നുന്നു അവർ ഹിൻറ്റ് നൽകിയിട്ടുള്ളത്. എനിവേ, അത്യാവശ്യം നല്ലൊരു സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി ഇലക്ട്രിക്കൽ സ്കൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് പറഞ്ഞത്. ഒരു നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ ഉണ്ടാവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പലയിടത്തും കാണുന്നുണ്ടാവും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതെല്ലാം. അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എറ്റർഗോ എന്ന് പറഞ്ഞ നെതർലാൻഡിലുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ്. ഒഫീഷ്യലായിട്ട് ഓല ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും അവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അതെല്ലാം അവർ പയ്യെ ലോഞ്ചിൻ്റെ ടൈമിൽ റിവീൽ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. മേ ബി ഓല സ്കൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നത് എറ്റർഗോയുടെ ആ ഒരു സെയിം സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും. സോ അതിനൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഈ ഒരു മോഡലും വരുന്നത് എന്നുള്ളതിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്യാത്തത്. സോ അതുകൊണ്ടാണ് ഒന്ന് എടുത്ത് പറഞ്ഞത് വീഡിയോയിൽ. ഓക്കെ,
ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവർക്കും ഡൗട്ടായിരിക്കും എന്നത്തേക്കായിരിക്കും ഇതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതെന്നായിരിക്കും. അടുത്ത് തന്നെ ഇതിന് ലോഞ്ച് ഉണ്ടാവും എന്നാണ് അറിയാൻ പറ്റിയത്. ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. എങ്കിലും 2021 സെപ്റ്റംബർ ആ റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വണ്ടി ലോഞ്ച് ആകും എന്നാണ് നിലവിൽ നമുക്കറിയാൻ പറ്റിയൊരു ന്യൂസ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഗുഡ് ന്യൂസ് ഉള്ളത്, ഇന്ത്യയിലാണ് ഇതിൻ്റെ ഫുള്ളി പ്രൊഡക്ഷൻ നടക്കുന്നത്. അതും ചെന്നൈയിലാണ് ഇതിൻ്റെ ഫാക്ടറി കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 500 ഏക്കറാണ് ഈ ഒരു ഫാക്ടറി വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. റോബോട്ടിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എവരി 2 സെക്കൻഡ്സിൽ അവർ ഒരു സ്കൂട്ടർ പ്രൊഡക്ഷൻ നടത്തും എന്നുള്ളതാണ് അവർ ക്ലെയിം ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് ഈ കാണുന്നതാണ് അവരുടെ പ്രൊഡക്ഷൻ രീതികളും അതുപോലെ തന്നെ ഫാക്ടറി കാര്യങ്ങളുടെയൊക്കെ ഒരു വീഡിയോ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സിൻ്റെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസിങ്ങുമാണ്. അതുമാത്രവുമല്ല, പ്രമുഖ ബ്രാൻഡുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് നെറ്റ്വർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല, അതുപോലെ കേരളത്തിലില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഏതർ, TVS, ബജാജ് പോലുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സിൽ ഏതറാണ് ഇപ്പോൾ കൊച്ചിയിലായിട്ട് അവരൊരു ഷോറൂം കാര്യങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതുപോലെ TVSഉം ബജാജിൻ്റെ ചേതക് എന്ന് പറഞ്ഞ മോഡൽസ് ഇതുവരെ കേരളത്തിൽ ലോഞ്ചും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവർ പൂനെ, ബാംഗ്ലൂരു അങ്ങനത്തെ സിറ്റികളിലാണ് നിലവിൽ അവർ ഉള്ളത് സെയിലും കാര്യങ്ങളും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു മെയിനായിട്ടൊരു നെഗറ്റീവ്. വൈഡായിട്ടൊരു സെയിൽസ് നെറ്റ്വർക്കോ സർവീസ് നെറ്റ്വർക്കോ അവർക്ക് ഇതുവരെ ഇല്ല. നിലവിൽ ഓല ക്ലെയിം ചെയ്യുന്നൊരു കാര്യം 400 സിറ്റികളിലേക്കുള്ള നെറ്റ്വർക്ക് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ 1 lakh അടുത്ത് സൂപ്പർ ചാർജിങ് സ്റ്റേഷൻസ് അവർ ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ പറ്റിയ മറ്റൊരു കാര്യം. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറേ പേര് ഫ്യൂച്ചറിലേക്ക് ഇലക്ട്രിക്കൽ സ്കൂട്ടറിലേക്ക് മാറാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ ഇലക്ട്രിക്കൽ സ്കൂട്ടറിലോട്ട് മാറാത്തതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്ങിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളില്ല. അതുപോലെ തന്നെ വൈഡായിട്ടുള്ള നെറ്റ്വർക്കും കാര്യങ്ങളും നിലവിൽ ബ്രാൻഡുകൾക്കില്ല. അപ്പോൾ ഏതറാണെങ്കിലും അതുപോലെ പ്രമുഖ ബ്രാൻഡുകൾക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ്ങും ചെറിയൊരു ഇഷ്യൂ ആണ്. ഹൈ ആയിട്ടുള്ള പ്രൈസിങ് കാര്യങ്ങളൊക്കെ മിക്കവർക്കും അഫോർഡബിൾ അല്ല എന്ന് തോന്നുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളും അത്രത്തോളം നമ്മുടെ കേരളത്തിലൊന്നും വരാത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് നമുക്ക് റൂമേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 1 lakh ആ റേഞ്ചിലായിരിക്കും ഈ ഒരു മോഡൽ ഇറങ്ങാൻ പോകുന്നത് എന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻറ്റ്സും വരുന്നുണ്ട് എന്ന റൂമേഴ്സൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിനൊരു ഫൈനൽ ഡിസിഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ആയാലും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സെയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ കിട്ടും. ഇപ്പം നിലവിലുള്ള ഏതർ പോലുള്ള മോഡലുകൾക്കുള്ള മെയിൻ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിങ് ആണ്. ഏകദേശം 1,50,000 മുകളിലാണ് അതിൻ്റെ ഒരു പ്രൈസിങ്. സോ ആ ഒരു പ്രൈസിങ് ആണ് അതിന് അത്രത്തോളം സെയിലും കാര്യങ്ങൾ കിട്ടാത്തതിൽ ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇലക്ട്രിക്കൽ സ്കൂട്ടർ രംഗത്തേക്ക് പുതിയ ബ്രാൻഡുകളും പുതിയ മോഡൽസും വരുന്നതോടുകൂടി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷനും കാര്യങ്ങളും വരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടീനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ റിവ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായി കാണുമ്പോഴത്തേന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ. ബൈ.